ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീക്ക്ലി ബെഡ്റൂം ക്ലീനിങ് റുട്ടീനാണ്. സാധാരണ ഞാൻ വെള്ളിയാഴ്ചകളിലാണ് ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നത്. അപ്പോഴാണ് ഫുൾ ക്ലീനിങ്ങും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റുട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. വീക്കെൻഡ് ആകുമ്പോൾ ഇതാണ് ബെഡ്റൂമിൻ്റെ അവസ്ഥ. ആകെ അലങ്കോലമായിട്ട് അഴുക്കൊക്കെ ആയിട്ട് കിടക്കുമായിരിക്കും. കാരണം ആ ഒരു വീക്ക് ഫുള്ള് നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറില്ല. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റുന്നതും ഒക്കെ വെള്ളിയാഴ്ചകളിലാണ്. കാരണം വെള്ളിയും ശനിയും ഓഫ് ഡേ ആണ്. അപ്പോൾ അന്നാണ് വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെഡ്ഷീറ്റ് കൊട്ടി വിരിച്ചിടാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ചെയ്തിട്ടുണ്ട്. പിന്നെ കർട്ടൻസൊക്കെ ഒന്ന് മാറ്റിയിടും, കാരണം സൺലൈറ്റ് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ജനൽ തുറക്കാറില്ല, കാരണം ഭയങ്കര പൊടിയാണ് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് ജനൽ തുറക്കാൻ പറ്റില്ല. വല്ലപ്പോഴും ഒക്കെ ഒന്ന് തുറക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലാങ്കറ്റ് ഒന്ന് കൊട്ടി മാറ്റുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ അലക്കാറില്ല. മാസത്തിലൊരു തവണ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റുന്നുണ്ട്. അതിനടിയിൽ ബെഡ് കവർ ഇട്ടിട്ടുണ്ട്. ബെഡ് കവറും മാസത്തിലൊരു തവണ അലക്കാറുള്ളൂ. എല്ലാ ആഴ്ചകളിലും അലക്കാറില്ല, കാരണം അതൊന്നേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കൊട്ടി വിരിക്കുന്നുണ്ട്. ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഫർണിച്ചറിലൊക്കെ പൊടി തട്ടി കളയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചും കൂടി തുടക്കുന്നുണ്ട്. ആദ്യം ഈ കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്. ഇതിനൊപ്പം തന്നെ കട്ടിലിൻ്റെ സൈഡ് ഭാഗവും തുടച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ട് സൈഡിലും ബെഡ് സൈഡ് ടേബിൾസ് വെച്ചിട്ടുണ്ട്. അവിടെയും കൂടി ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് പൊടി തട്ടി കളയുന്നുണ്ട്. അതിന് ശേഷമാണ് നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചു കൊടുക്കുന്നത്. ഈ സൈഡ് ടേബിളിൽ ഒരു ബെഡ് സൈഡ് ലാമ്പ് കൂടി വെച്ചിട്ടുണ്ട്. ഇത് തനിയെ ഉണ്ടാക്കിയതാണ്. ഇതൊരു ക്യാൻഡിലിൻ്റെ ഒരു സ്റ്റാൻഡായിരുന്നു. ക്യാൻഡിൽ തീർന്നപ്പോൾ ഇതിനകത്ത് ഒരു സീരച്ചിട്ടിൻ്റെ മാല ഇട്ട് വെച്ചു. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ ബാറ്ററി വെച്ച് ഇത് ഓണാക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് തുണിയൊക്കെ വെക്കുന്ന അലമാരയുണ്ട്. അതും ഒന്ന് ഈ സെയിം തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അകത്തിപ്പോൾ ക്ലീൻ ചെയ്യുന്നില്ല, കാരണം അത് എപ്പോഴും അടച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അധികം പൊടി അകത്ത് കയറാൻ വഴിയില്ല. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽസും എല്ലാം നന്നായിട്ടൊന്ന് തുടയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഡ്രസ്സിങ് ടേബിളാണ് ക്ലീൻ ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടപ്പുണ്ട്. ഈ ആഴ്ചയിലെടുത്ത എല്ലാം പുറത്ത് തന്നെ ഉണ്ട്, ഒന്നും അകത്തേക്ക് എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് കൃത്യ സാധനങ്ങളിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബാസ്ക്കറ്റ് ഈ ഫസ്റ്റ് ഡ്രോയിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും റാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇടും. അപ്പോൾ ഇടയ്ക്ക് എടുത്ത് 1-2 ദിവസം കൂടുമ്പോൾ അതെടുത്ത് കളയാറാണ് പതിവ്. പിന്നെ അതുപോലെ തന്നെ ഈ മിററിൻ്റെ സൈഡിലുള്ള ആ ഫ്രെയിമും കൂടി ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയൊരു കട്ടിങ് പോലെയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പൊടിയുണ്ട്. അപ്പോൾ അതും ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോക്സിനകത്താണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കും ലിപ് ബാമും പിന്നെ സ്ലൈഡ്, ഹെയർ ബാൻഡ്, കാജൽ ഇതൊക്കെ വെക്കുന്നത്. ഇത് ഒരു ബോക്സ് പോലെയാണ്. ഇതൊരു ഹെഡ്സെറ്റ് വന്ന് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. ഇത് ഈ ടേബിളിൻ്റെ മുകളിൽ തന്നെ വെക്കുന്നത്. ഇനി ഡ്രസ്സിങ് ടേബിളിൻ്റെ താഴെ ഭാഗം ഓരോ ഡോറുകളും തുടച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഹാൻഡിൽസും പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഓരോ ചെറിയ ചെറിയ കട്ടിങ്ങുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പൊടിയിരിപ്പുണ്ട്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇനി ഈ റൂമിലെ വാതിലും അതിൻ്റെ ഹാൻഡിലും തുടയ്ക്കുന്നുണ്ട്. അതിനുശേഷം സ്വിച്ച് ബോർഡുകളുണ്ട് 2-3 എണ്ണം. അതും നന്നായിട്ടൊന്ന് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നമ്മളെല്ലാം ഫർണിച്ചറും സ്വിച്ച് ബോർഡും എല്ലാം തുടച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഉണങ്ങിയ തുണി വെച്ച് തുടക്കാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. ഒരു 4-5 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ, പെട്ടെന്ന് കഴിയും. അതിനുശേഷം ഞാനൊരു കോട്ടൺ തുണി നനച്ചെടുത്തിട്ട് സെയിം എല്ലാം തുടയ്ക്കുന്നുണ്ട്. ഫർണിച്ചറുകളെല്ലാം ഹെഡ് റെസ്റ്റാണ് ആദ്യം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പൊടി പാർട്ടിക്കിൾസ് ആണെങ്കിൽ കൂടി ഇങ്ങനെ തുടയ്ക്കുമ്പോൾ എല്ലാം മാറിക്കിട്ടും. അതുപോലെ നല്ലൊരു ഷൈനിങ്ങും കിട്ടും. ഇതിൽ ഞാൻ വേറെ ലിക്വിഡൊന്നും ചേർത്തിട്ടില്ല, സാധാരണ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ കട്ടിലിൻ്റെ സൈഡ് ഭാഗവും പിന്നെ 2 സൈഡ് ടേബിൾസ് ഉണ്ടല്ലോ, അതും തുടയ്ക്കുന്നുണ്ട്. അതിനുശേഷം അലമാര തുടച്ചു കൊടുക്കുന്നുണ്ട്. ഡ്രസ്സിങ് ടേബിളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അതാത് സ്ഥാനങ്ങളിൽ എടുത്ത് വെച്ചു. ഇവിടെ നന്നായിട്ട് തുടക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചെറിയ ചെറിയ കട്ടിങ്ങിലൊക്കെ പൊടി ഉണ്ടാവും. അപ്പോൾ അതും നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്.
ഒരു സ്പ്രേ ബോട്ടിലിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കണ്ണാടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത്. ഫ്ലോർ ക്ലീൻ ചെയ്യാൻ എടുത്തിട്ടുള്ളത് വാക്യൂം ക്ലീനറാണ്. ഇത് വെച്ച് ചെയ്യുമ്പോൾ ചൂടിനെക്കാട്ടിയും കുറച്ചുകൂടി പൊടിയൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കും. പിന്നെ അതുപോലെ തന്നെ കട്ടിലിൻ്റെയും അലമാരയുടെയും മേശയുടെയും ഒക്കെ അടിഭാഗം ക്ലീൻ ചെയ്യാൻ ഇതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഒട്ടും പൊടിയൊന്നും അടിഞ്ഞുകൂടി കിടക്കില്ല, എല്ലാം നല്ല ക്ലീനായിട്ട് വരികയും ചെയ്യും. ജനലിൻ്റെ ഈ സൈഡിലും വാക്യൂം ക്ലീനർ വെച്ച് പൊടി വലിച്ചെടുക്കുന്നുണ്ട്. ഇവിടെയും ചെറുതായിട്ട് പൊടിയുണ്ട്, കാരണം ചെറിയ ഹോൾസിലൂടെയൊക്കെ പൊടി അകത്തേക്ക് കയറും. പിന്നെ ഈ ജനലിൻ്റെ ഈ ഒരു അകത്തത്തെ പോർഷൻ മാത്രം നമുക്ക് ക്ലീൻ ചെയ്യാൻ ഓപ്ഷനുള്ളൂ. പുറത്തുനിന്ന് ക്ലീൻ ചെയ്യുന്നത് മെയിൻ്റനൻസ് ടീമാണ്. അതുപോലെ തന്നെ AC-യും അവർ തന്നെയാണ് ക്ലീൻ ചെയ്ത് തരുന്നത്. ഈ ടൈൽസിൻ്റെ കട്ടിങ്ങിലും ചെറുതായിട്ട് പൊടി ഉണ്ടാവും, അതുപോലെ കോർണേഴ്സിലും പിന്നെ ടൈൽസിൻ്റെ ജോയിൻറ്റിലൊക്കെ പൊടി ഉണ്ടാവും. അപ്പോൾ അതും ഈ വാക്യൂം ക്ലീനർ വെച്ചിട്ടൊന്ന് പൊടി വലിച്ച് കളയുന്നുണ്ട്. നനഞ്ഞൊരു തുണി വെച്ചിട്ട് ജനലിൻ്റെ ചില്ലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അകത്തുനിന്ന് മാത്രമേ ഞാൻ ക്ലീൻ ചെയ്യാറുള്ളൂ, കാരണം പുറത്തുനിന്ന് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻ ഇല്ല. നമ്മുടെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യരുത്. താഴെ കാർ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. ഇനി റൂമിൻ്റെ ഫ്ലോർ കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് ക്ലീനിങ് സൊല്യൂഷൻ കൂടി ചേർത്തിട്ടുണ്ട്. ഇതുപോലത്തെ സ്റ്റിക്കായിട്ടുള്ള മോപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാവുമ്പോൾ ഫർണിച്ചറിൻ്റെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല ഈസിയാണ്. മാർക്കറ്റിലിപ്പോൾ ഒരുപാട് മോഡൽസിൽ ക്ലീനിങ് മോപ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് രീതിയിലുള്ളതാണ് ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റിലൊന്ന് പറയാം. ബെഡ്റൂമിൻ്റെ ക്ലീനിങ് പാർട്ടെല്ലാം കഴിഞ്ഞു. ഇനി ബെഡ്ഷീറ്റ് കൂടി വിരിക്കാനുണ്ട്. ഞാൻ ഈ രീതിയിലാണ് ബെഡ്ഷീറ്റുകൾ മടക്കി സൂക്ഷിക്കുന്നത്. ഒരു പില്ലോ കവർ എടുത്ത് അതിനകത്ത് ഷീറ്റും പിന്നെ ബാക്കിയുള്ളൊരു പില്ലോ കവറും കൂടി എടുത്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. അതായത് കവറും ബെഡ്ഷീറ്റും ഒക്കെ കൃത്യമായിട്ട് കിട്ടും. മിക്ക ലേഡീസിനും പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമായിരിക്കും, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് പിങ്ക് കളർ തന്നെ ചൂസ് ചെയ്തത്. പിന്നെ ബ്രൈറ്റ് കളേഴ്സ് ഇടുമ്പോൾ റൂമിന് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. ഈ ബെഡ്ഷീറ്റ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. നല്ല കോട്ടൺ മെറ്റീരിയലാണിത്. ഫൈനലായിട്ട് ഒരു കാൻഡിൽ സ്റ്റാൻഡിൻ്റെ മുകളിൽ കുറച്ച് എസെൻഷ്യൽ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ലൊരു സ്മെല്ല് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇത് വീക്കിലി ഒരു തവണയേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. മൊത്തം ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത്. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.